ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അതിഥി രവി. ജനുവരി 11 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ഞാൻ പള്ളുരുത്തിയിൽ വരുന്നു. നല്ല സ്വർണം എന്ന് ഇതിനോടകം പേരെടുത്ത സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ 3ാമത്തെ ഷോറൂം ഉദ്ഘാടനം ചെയ്യാം. അപ്പോൾ മറക്കണ്ട, ജനുവരി 11 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് പള്ളുരുത്തിയിൽ വെച്ച് കാണാം. സീ ഓൾ ദെയർ. മുഴുവൻ ഹോമിയോ സ്ഥാപനങ്ങളിലും ഫാർമസിസ്റ്റ് തസ്തികകൾ വേണമെന്ന് KGHPO. സംസ്ഥാനത്തെ മുഴുവൻ സർക്കാർ ഹോമിയോ ഡിസ്പെൻസറികളിലും ഹോമിയോ ഫാർമസിസ്റ്റ് തസ്തികത അനുവദിക്കണമെന്ന് കേരള ഗവൺമെന്റ് ഹോമിയോ ഫാർമസിസ്റ്റ് ഓർഗനൈസേഷൻ സംസ്ഥാന സമ്മേളനം ആവശ്യപ്പെട്ടു. അലോപ്പതിയുടെ ഒപ്പം തന്നെ ആയുഷ് രംഗത്ത്, സമാന്തര ചികിത്സാ രംഗത്ത് ഒരുപാട് താല്പര്യമെടുത്തുകൊണ്ടാണ് കേരളത്തിന്റെ തനതായ രീതിയിലുള്ള ഒരു ആരോഗ്യ സമ്പ്രദായം, കേരള മോഡൽ എന്ന് പറയുന്നത് വളർത്തിയെടുത്തു കൊണ്ടുവന്നിട്ടുള്ളത്. കാലാകാലങ്ങളിലുള്ള സർക്കാരുകൾ അനുഗുണമായുള്ള രീതിയിൽ അതിനെ പരിപോഷിപ്പിക്കുന്നതിന് സ്ഥാപനങ്ങളും അതുപോലെ തന്നെ വിദ്യാഭ്യാസ സമ്പ്രദായവും അതുപോലെ തന്നെ അതിനനുസൃതമായിട്ടുള്ള മറ്റ് ഇൻഫ്രാസ്ട്രക്ചറും എല്ലാം നൽകിക്കൊണ്ട് വളർത്തിയെടുത്തുകൊണ്ടുവന്നതാണ് കേരളത്തിലെ തനത് മോഡൽ എന്ന് പറയുന്നത്. ഇവിടെ നമുക്കറിയാം, കേരളത്തില് ഹോമിയോപ്പതിക്ക് നൽകി വന്നിരിക്കുന്ന താല്പര്യം 1958 തുടങ്ങിയതാണ്. 58 ഒന്നാമത്തെ സർക്കാരിന്റെ കാലത്ത് തന്നെ നമ്മൾ എറണാകുളം പത്തടിപ്പാലം PWD ഹാളിൽ മന്ത്രി P. രാജീവ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഹൈബി ഇടനൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. കാലമത് ആവശ്യപ്പെടുന്നുണ്ട്. ഹോമിയോപ്പതി ഞങ്ങളെല്ലാം സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട ചികിത്സാ സമ്പ്രദായമാണ്. കാരണം മെഡിക്കൽ ട്രീറ്റ്മെൻറ്റുകൾ, എറണാകുളം എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രികളുടെ ഒരു ഹബ്ബാണ്. നിങ്ങൾ മെഡിക്കൽ ടൂറിസം നോക്കിയാലും ഏറ്റവും മോഡേൺ ട്രീറ്റ്മെൻറ്റുകളുടെ കാര്യം നോക്കിയാലും, ഇപ്പോൾ എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിലുള്ള ആശുപത്രികളുടെ പേര് പറഞ്ഞാൽ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, ആസ്റ്റർ മെഡിസിറ്റി, ലിസി ഹോസ്പിറ്റൽ, ലൂർദ് ഹോസ്പിറ്റൽ, ലേക്ക് ഷോ, സൺറൈസ്, കിൻഡർ, രാജഗിരി, അങ്ങനെ എടുത്തു നോക്കിയാൽ ഈ നഗരത്തിലെ ഏറ്റവും പുരാതനമായ, ഏറ്റവും അത്യാധുനികമായ ചികിത്സാ സൗകര്യങ്ങളുള്ള സംസ്ഥാന പ്രസിഡന്റ് TK അനിൽകുമാർ അധ്യക്ഷനായി. KGHMO സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ ജെസ്സി ഉതുപ്പ്, KGAPA വൈസ് പ്രസിഡന്റ് ബെൻസി പോൾ, ഗവൺമെന്റ് ഹോമിയോ നഴ്സ് പ്രതിനിധി മിനിമോൾ സെബാസ്റ്റ്യൻ, രഞ്ജിത അനിൽ, KV ആകാശ് എന്നിവർ സംസാരിച്ചു. അഭിമാനത്തോടെയും അതിലേറെ സന്തോഷത്തോടെയും കുറച്ച് അഹങ്കാരത്തോടും കൂടിയാണ്. കാരണം വേറൊന്നുമല്ല, സംസ്ഥാന കമ്മിറ്റി എറണാകുളം ജില്ലയോട് സമ്മേളനം നടത്തണമെന്ന് ആവശ്യപ്പെട്ടു. ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി അതിൻ്റെ കൂടെ സംസ്ഥാന കമ്മിറ്റി കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പ്രവർത്തനം തുടങ്ങി. ഞങ്ങൾ ആദ്യം പറഞ്ഞത് മന്ത്രി വരുമെന്നാണ്. മന്ത്രി വന്നു. രണ്ടാമത് പറഞ്ഞത് MP വരുമെന്ന് പറഞ്ഞു. MP വന്നു. മൂന്നാമത് ഒന്നുകൂടെ പറഞ്ഞു, ഈ സ്റ്റേഡിയം അല്ലെങ്കിൽ ഈ സദസ്സ് നിറഞ്ഞു കവിയുമെന്ന് പറഞ്ഞു. നിറഞ്ഞു കവിയില്ല. ഇതിൽ പരം സന്തോഷത്തിനും സ്വല്പം അഹങ്കാരത്തിനും എനിക്ക് അർഹതയില്ലേ? വിരമിച്ച KGHPO അംഗങ്ങൾക്ക് യാത്രയയപ്പ് നൽകി. ജനറൽ സെക്രട്ടറി K. സജീഷ് സ്വാഗതവും സ്വാഗത സംഘം ചെയർമാൻ OB സുനിൽകുമാർ നന്ദിയും പറഞ്ഞു. പ്രസിഡന്റായി K. സജീവ്, വൈസ് പ്രസിഡന്റുമാരായി മഹേഷ് മോഹൻ, വിദ്യാ വിമൽ, ജനറൽ സെക്രട്ടറിയായി നജീബ് ഇബ്രാഹിം, ജോയിന്റ് സെക്രട്ടറിമാരായി D. ദിവ്യമോൾ, ആശാ മോഹൻ, ട്രഷറർ EC അനീഷ് കുമാർ, വനിത ഫോറം കൺവീനർമാരായി PA മഞ്ജുള, സംസ്ഥാന ഓഡിറ്ററായി VS ശ്രീജാമോൾ എന്നിവരെയും ഭാരവാഹികളായി തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.